താലൂക്ക് സഭയിൽ പങ്കെടുക്കാത്ത ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ. ഉദ്യോഗസ്ഥരുടെ അഭാവം ഇത്തവണയും ചർച്ചയായി. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉദ്യോഗസ്ഥർ താലൂക്ക് വികസന സമിതി യോഗത്തിലേക്ക് വരുന്നില്ലെന്നാണ് മുഖ്യ ആക്ഷേപം ഉയരുന്നത്. ഇതിനാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. ലഹരി ഉപയോഗം പൊന്നാനി താലൂക്കിൽ വർദ്ധിച്ചു വരികയാണെന്നും പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളുമെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് MLAയുടെ പ്രതിനിധിയായ CP മുഹമ്മദ് കുഞ്ഞി വ്യക്തമാക്കി. പുനർഗേഹവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു 128 വീടുകൾ ഓൾറെഡി, കാരണം ഈ കടലിന്റെ എല്ലാ കാലത്തും കാരണം കിടന്നുറങ്ങാൻ സമാധാനത്തോടെ കിടന്നിറങ്ങാൻ കഴിയാത്ത ആളുകളാണ്. 50 മീറ്ററിനകത്തുള്ള ഒരു 128 വീടുകൾ ഇപ്പോൾ ഓൾറെഡി ഫ്ലാറ്റുകളിൽ താമസിക്കുന്നുണ്ട്. കൂടാതെ 100 വീടുകളുടെ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതിനൊരു തടസ്സവും ഇല്ല, അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കൂടാതെ ഒരു കാലത്തില്ലാത്ത രീതിയിൽ നമുക്ക് 165 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീടിനും സ്ഥലത്തിനുമായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഏതാണ്ട് 228 ഫിഷറീസിൻ്റെ ആളുകളില്ലേ, ഒരു തീരദേശത്ത്, ഒരു തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് ഫിഷറീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി ഇല്ലാന്ന് പറഞ്ഞാൽ അത് പൊറുക്കാൻ കഴിയുന്നില്ല. കളക്ടർക്ക് ഉടൻ അത് റിപ്പോർട്ട് ചെയ്തേ പറ്റും. പൊന്നാനി പോലുള്ള അല്ല, അത് ശരിയാവില്ല. കാരണം ഇത് ആരോട് പറയാനാണ്, ആരത് കേൾക്കേണ്ടത്? ഉത്തരവാദപ്പെട്ട DDO അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പറഞ്ഞാൽ ഇരിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് കടുത്ത വളരെ അതെ, അത് വളരെ കടുത്ത രീതിയിൽ അതിന് അടുത്ത താലൂക്ക് സഭയിൽ എന്ത് ആക്ഷൻ എടുത്തു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അല്ലാതെ കത്തൊടുത്തു എന്നുള്ള അവരോടെയാണ് കിട്ടേണ്ടത്. മാസങ്ങളോളം പുനർഗേഹം പദ്ധതിയുടെ ഫയലുകൾ വില്ലേജുകളിൽ കെട്ടിക്കിടക്കുകയാണെന്നും ഇത് സാധാരണക്കാരുടെ സ്വപ്നത്തിനേൽക്കുന്ന കനത്ത പ്രഹരമാണെന്നും അംഗങ്ങൾ വിശദീകരിച്ചു. മുൻ MP C ഹരിദാസ്, നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ O ഷംസു, PP യൂസുഫ് അലി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK സുബൈർ തുടങ്ങിയ നിരവധി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു. ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ?